സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പ്രത്യേക വിഷയമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഭൂരിഭാഗം പേരും ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പേടിക്കേണ്ട ഒരു രോഗമാണ് ഷുഗർ. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പാർശ്വരോഗങ്ങൾ പലതും നമുക്ക് പിടിപെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗം പിടിപെട്ട എല്ലാവരും ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം പിടിപെട്ട എല്ലാവരും തന്നെ ഏത് വിധേനയെങ്കിലും ഇതിനെ നിയന്ത്രിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കിട്ടാവുന്ന ചികിത്സകളെല്ലാം ചെയ്യും. അതായത് ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും നാട്ടുവൈദ്യമാണെങ്കിലും പാരമ്പര്യ ചികിത്സയാണെങ്കിലും കിട്ടാവുന്നതൊക്കെ ചെയ്യും. അങ്ങനെ ഞാനും ഈ രോഗത്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഏതാണ്ട് കഴിഞ്ഞ 8 വർഷത്തോളമായി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഖത്തറിലാണുള്ളത്. ആശുപത്രിയിൽ നിന്നും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന മെഡിസിനാണ് കഴിക്കുന്നത്. ഏതാണ്ട് 8 വർഷത്തോളമായി കഴിക്കുന്നുണ്ട്. അതിൽ ഗ്ലൂക്കോഫേജ് എന്ന് പറഞ്ഞ ഒരു ഗുളികയാണ് എനിക്കിവിടെ നിന്ന് തരുന്നത്. അത് തുടക്കത്തിൽ അത് 500ൻ്റെ ഒരെണ്ണമാണ് എനിക്ക് തന്നിരുന്നത്. 500 മില്ലിഗ്രാമിൻ്റെ ഒരു ഗുളികയാണ് തുടക്കത്തിൽ ഞാൻ കഴിച്ചിരുന്നത്. പിന്നീട് അത് ഞാൻ ഗുളിക കഴിക്കുകയും ഒപ്പം എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ എക്സസൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർമ്മിക്കണം. ഞാൻ ഏതാണ്ട് 20-25 വർഷത്തോളമായി ഞാൻ എക്സസൈസ് നിരന്തരമായി ചെയ്യുന്ന ആളാണ്. കാരണം എക്സസൈസ് ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാവിധ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനത് തുടങ്ങിയത്. അത് ഇപ്പോഴും നിരന്തരമായി തുടർന്ന് അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഷുഗറും സ്റ്റാർട്ടാകുന്നത്. ഡോക്ടർമാർ പലപ്പോഴും പറഞ്ഞു നിങ്ങൾ ഷുഗർ ബോർഡറിലാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നു. എനിക്ക് ഷുഗർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അത് ഞാൻ എക്സസൈസിൻ്റെ ദൈർഘ്യത കൂട്ടി. അതനുസരിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ്റെ അളവും കൂടി. അതായത് 500 ഒരെണ്ണം രാവിലെ മാത്രം കഴിച്ചിരുന്നത് വൈകിട്ടും കൂടി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പുരോഗമനം അങ്ങനെയാണ് മെഡിസിൻ കഴിച്ചിട്ടുണ്ടാകുന്നത്. ഇങ്ങനെ ഞാനിത് എങ്ങനെയെങ്കിലും നിയന്ത്രിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് നടക്കുന്നില്ല. അത് കൂടി വരും. ഇനി അത് ഭാവിയിൽ എനിക്ക് ഇൻസുലിനിലേക്ക് പോകേണ്ടി വരും. ഇതാണ് എൻ്റെ നിലവിലെ അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് പരിചയപ്പെടുന്നത്. ഒരു കോഫിയെ പറ്റി പരിചയപ്പെടുന്നത്, ഐകോഫി. അങ്ങനെ അവരുടെ ഒരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുവഴിയാണ് ഇവർ മെയിനായിട്ട് ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൽ കൂടി. അങ്ങനെ ഇപ്പം ഞാൻ ഏതാണ്ട് 8ാമത്തെ ബോക്സാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം 3 ബോക്സ് കഴിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 6.6 ആയിരുന്നു. അതിന് മുമ്പ് കഴിക്കുന്നതിന് മുമ്പ് ഐകോഫി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് 7.4 ആയിരുന്നു. അപ്പം 3 എണ്ണം കഴിച്ചപ്പോൾ കുറച്ച് ഡൗൺ ആയല്ലോ. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. എന്നാൽ ഇത് തുടരാം, നമുക്ക് കംപ്ലീറ്റ് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് കൺട്രോളിലാക്കാം. അങ്ങനെ പതുക്കെ നമുക്ക് ഗുളിക സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് 2-3 ദിവസം മുമ്പ്, അതായത് ശരിക്കും പറഞ്ഞാൽ 4 ദിവസം മുമ്പ് ഞാനിത് ലാസ്റ്റ് ടൈമിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 7.2 ആയി. അതായത് വർദ്ധിച്ചു. 6.8 നിന്ന് 7.2 ആയി വർദ്ധിച്ചു. അപ്പോൾ എനിക്കൊരു നിരാശ. ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് മുടങ്ങാതെ എക്സസൈസ് ചെയ്യുന്നു, ചോറ് കഴിക്കുന്ന ആഴ്ചയിലൊരിക്കൽ, അരിഭക്ഷണം ഞാൻ ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് കഴിക്കുന്നത്. ബിരിയാണി കഴിക്കുമ്പോൾ അത് റൈസായിരിക്കുമല്ലോ, അത് പച്ചരി ആയിരിക്കും, അതാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ ഭക്ഷണത്തിലെല്ലാം കൺട്രോൾ ചെയ്തിട്ടും എനിക്കിത് കൂടുന്നു. ഐകോഫി കഴിക്കുന്നു, എന്നിട്ടും നിയന്ത്രിക്കാനാകുന്നില്ല. പക്ഷേ ഐകോഫിയുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വീഡിയോകളും അവരുടെ ടെക്സ്റ്റ് മെസ്സേജുകളും അവരുടെ ലേഖനങ്ങളും എല്ലാം ഇത് കഴിച്ച് കഴിഞ്ഞാൽ നിയന്ത്രണമാകും എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ അവർ വീഡിയോ ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് ഒരു പാക്കറ്റ് കഴിച്ചപ്പോൾ എനിക്ക് നിയന്ത്രണത്തിലായി. എൻ്റെ മറ്റ് പാർശ്വരോഗങ്ങളൊക്കെ, ഷുഗർ മൂലമുണ്ടാകുന്ന പാർശ്വരോഗങ്ങളുമൊക്കെ എനിക്ക് പൂർണ്ണമായും മാറി. അതായത് സന്ധികളുടെയൊക്കെ വേദന, പിന്നെ മൂത്രത്തിൽ പത, ഇതൊക്കെയാണ് മെയിനായിട്ടുണ്ടാകുന്നത്. പിന്നെ ലിവർ ഫങ്ഷൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഷുഗറിൽ കൺട്രോൾ വന്നില്ലെങ്കിലും മൂത്രത്തിൽ പത ഏതാണ്ടൊക്കെ ഇത് കഴിക്കുന്ന സമയങ്ങളിൽ കുറഞ്ഞു നിൽക്കാറുണ്ട്. പിന്നെ സന്ധിവേദന ഒരു പരിധിയിലൊക്കെ കുറവുണ്ട്. ഈ രീതിയിൽ ഉള്ള റിസൾട്ടുകളാണ് എനിക്ക് കിട്ടുന്നത്. ഷുഗറിൻ്റെ കാര്യം ഇനിയും ഒന്നും കൂടി നോക്കേണ്ടതുകൊണ്ട് ഞാനിപ്പോഴും നിർത്തിയിട്ടില്ല. ഇനിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 മാസം കൂടി കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി നോക്കിയിട്ട് ഒരു ഫൈനൽ തീരുമാനത്തിലെത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഷുഗറിനെ എനിക്ക് കൺട്രോൾ ചെയ്യുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് ഇപ്പോൾ വർദ്ധിക്കാൻ സാധിക്കുന്നില്ല ഷുഗറിന്. മറ്റേത് എത്ര ഗുളിക ടാബ്ലറ്റുകൾ എത്ര കഴിച്ചാലും ഷുഗർ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അത് കൂടുന്നില്ല. എന്തായാലും 7.4 ഉണ്ടായിരുന്നതിൽ നിന്നും ഇപ്പോൾ 7.2-ലാണുള്ളത്. ഇനി അത് കടക്കാതെ ഞാൻ ശ്രദ്ധിക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ടാസ്ക്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പല ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഒരു ബോക്സ് കഴിച്ചപ്പം കുറഞ്ഞ്, രണ്ടാമത്തെ മൂന്നാമത്തെ കഴിച്ചപ്പോഴത്തേക്ക് പൂർണ്ണമായും മാറി. ഞാൻ ടാബ്ലറ്റിൻ്റെ ഇത് അളവ് കുറച്ചു. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് പൂർണ്ണമായും നിർത്തി. പിന്നെ കാലിൽ നീരും വിങ്ങിപ്പൊട്ടലും ഒക്കെ വന്ന ആൾക്കാർ അതൊക്കെ പൂർണ്ണമായും മാറിയതായിട്ടൊക്കെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവം ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ നിലവിലെ അവസ്ഥ എന്ന് ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.